ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനൊക്കെ ഇങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയിലെ കോഴ്സ് ഔട്ട്കം 2-ൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ആദ്യമായിട്ട് പാർട്ട് എയിൽ നിന്നുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഡഫ് അബ്രഹാം ലോനെ കുറിച്ചിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺക്രീറ്റിൻ്റെ സർഫസിനെ വെറ്റായി സൂക്ഷിക്കുന്ന പ്രോസസ്സിനെ എന്താ പറയുകയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തത് എന്താണ് കോൺക്രീറ്റിൻ്റെ ഈസിനെസ് ടു ദ വർക്ക്, കോൺക്രീറ്റിനെ കൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഈസിനെസ്സിനെ എന്താ വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. നാലാമത്തെ ചോദ്യം എന്താണ് M20 എന്നുള്ള കോൺക്രീറ്റിൻ്റെ ഡെസിഗ്നേഷനെ, മിക്സ് ഡെസിഗ്നേഷനെ 20 എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 1:1.5:3 എന്നുള്ള കോൺക്രീറ്റ് മിക്സ് പ്രൊപ്പോർഷൻ്റെ എന്ത് പേരിട്ടിട്ടാണ് നമ്മൾ വിളിക്കുക, അതിൻ്റെ ഡെസിഗ്നേഷൻ എന്താ, ഗ്രേഡിന് എന്താ വിളിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ 6th ക്വസ്റ്റ്യന് 1:3:6 എന്നുള്ളതിൻ്റെ മിക്സ് പ്രൊപ്പോർഷൻ, അത് എന്താണ്, അതിൻ്റെ ഗ്രേഡ് എന്താ വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡഫ്-അബ്രഹാംസ് ലോ. Okay, according to the Duff-Abrahams law, it is evident that the strength of concrete depends only dash of mix. Duff-Abrahams law പ്രകാരം കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് എന്തോ ഒന്നിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് എന്താണ് എന്നാ ചോദ്യം. ഓക്കെ, ഇപ്പോൾ Duff-Abrahams law നോക്കാം. സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ്, അക്കോർഡിംഗ് ടു ദ Duff-Abrahams law, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് is inversely proportional to the water cement ratio. ഓക്കെ, എന്താണ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് മിക്സിലെ വെയ്റ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സിമെൻറ്റിൻ്റെ റേഷ്യോനെയാണ് നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയാം. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യട്ടാ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ. ഓക്കെ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ. അപ്പോൾ ഇതിനർത്ഥം എന്താ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ എപ്പോഴാണ് കൂടുക, വെയ്റ്റ് ഓഫ് വാട്ടർ ആ മിക്സിൽ കൂടുമ്പോൾ, അതായത് വെള്ളത്തിൻ്റെ എമൗണ്ട് മിക്സിൽ കൂടുമ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടും. ഓക്കെ, അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുകയാണെങ്കിൽ സ്ട്രെങ്ത് എങ്ങനെ കുറയുക അല്ലേ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടിയാൽ, അതായത് കോൺക്രീറ്റ് മിക്സിൽ വെള്ളത്തിൻ്റെ എമൗണ്ട് കൂടിയാൽ എന്ത് ചെയ്യും, സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിക്രീസ് ആവും. അതാണ് അർത്ഥം അല്ലേ. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ്, ഇഫ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസസ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിക്രീസസ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഇത്രയാണ് ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ നിങ്ങളോട് Duff-Abrahams law ചോദിക്കാൻ സാധ്യതയുണ്ട്. Duff-Abrahams law സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ പോയിന്റ് എഴുതി വെച്ചാൽ മതി. ഇഫ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് is inversely proportional to the water cement ratio of that mix. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, Duff-Abrahams law പ്രകാരം സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആരെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, വാട്ടർ സിമെൻറ്റ് റേഷ്യോനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ പ്രോസസ് ഓഫ് കീപ്പിംഗ് ദ വെറ്റ് എൻവയോൺമെൻറ്റ് ഓൺ ആൻഡ് അറൗണ്ട് ദ സർഫസ് ഓഫ് ഹാർഡൻഡ് കോൺക്രീറ്റ് ഈസ് കാൾഡ്. ഹാർഡൻ ചെയ്ത ഒരു കോൺക്രീറ്റിൻ്റെ മുകളിൽ നനവിനെ കൊടുക്കുന്ന പ്രോസസ്സിനെ എന്താണ് പറയുക, അതിനെ നനച്ച് കൊടുക്കുന്ന പ്രോസസ്സിന് എന്താ പറയുക എന്നുള്ളതാണ് ചോദ്യം. എന്താ പറയുക അതിന്, ക്യൂറിങ് അല്ലേ, നമ്മൾ പറഞ്ഞതാണ് ക്യൂറിങ്. ഇതേപോലെ തന്നെ പഠിക്കേണ്ടതാണ് കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്സ് അല്ലേ, കോൺക്രീറ്റിങ്ങിൻ്റെ വേരിയസ് സ്റ്റെപ്സ്. ഒന്നാമതാണ് ബാച്ചിങ് അല്ലേ. ബാച്ചിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാത് പ്രൊപ്പോർഷനിൽ കോൺക്രീറ്റിൻ്റെ മെറ്റീരിയൽസിനെ എടുക്കുക, അതിനെയാണ് ബാച്ചിങ് എന്ന് പറയുക. ബാച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 2 ടൈപ്പ് ബാച്ചിങ് ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. വോളിയം ബാച്ചിങ്, വെയ് ബാച്ചിങ്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ വോളിയം പ്രകാരം അളന്നിട്ട് എന്ത് ചെയ്യുക, കൊട്ടക്കണക്കിന് അളക്കില്ല നമ്മൾ, ഇത്ര കൊട്ട സിമെൻറ്റ്, ഇത്ര കൊട്ട മണൽ എന്നൊക്കെ പറഞ്ഞിട്ട് അളക്കും. പിന്നെ അതേപോലെ രണ്ടാമത്തതാണ് വെയിറ്റ്. നമുക്ക് ഒരു kg സിമെൻറ്റ് 2 kg, ഫൈൻ അഗ്രിഗേറ്റ് 3 kg അങ്ങനെ എടുക്കാം. അതിനാണ് വെയ് ബാച്ചിങ് എന്ന് പറയുക. ആദ്യത്തെ സ്റ്റെപ്പാണ് ബാച്ചിങ് ചെയ്യുക, അതായത് കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസിനെ അതായത് റേഷ്യോയിൽ ചൂസ് ചെയ്ത് വെക്കുക, അതിന് ബാച്ച് ചെയ്യാമെന്ന് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്ത്, ബാച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്സിങ് അല്ലേ. ഈ ഇൻഗ്രീഡിയൻസിനെ പരസ്പരം അതായത് അളവുകളിലെടുത്ത് മിക്സ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് എന്ത്, മിക്സിങ് കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ
നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ കോൺക്രീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. എന്നിട്ടോ നാലാമതെന്താണ് പ്ലേസ് ചെയ്യുക. കോൺക്രീറ്റ് ആവശ്യമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. പ്ലേസിംഗ് എന്ന് പറയും. ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസിങ്. അഞ്ചാമത്തതാണ് എന്ത്? പ്ലേസ് കഴിഞ്ഞാൽ കോമ്പാക്റ്റിംഗ്. 6 ആൻഡ് കോമ്പാക്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? ക്യൂറിങ്. കോമ്പാക്റ്റിംഗ്, ഫിനിഷിങ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്സ് ആണ് എന്ത്? കോമ്പാക്റ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മളെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഉള്ളിലുള്ള വോയിഡ്സ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്, അവിടെയുള്ള എയറൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തി കൊടുക്കൂലേ, റാം ചെയ്ത് കൊടുക്കുക, അടിച്ച് അമർത്തി കൊടുക്കുക. അതിനാണ് കോമ്പാക്റ്റ് ചെയ്യുക എന്ന് പറയുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അവസാനം നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം, ഹാർഡൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ക്യൂർ ചെയ്ത് കൊടുക്കണം. നനച്ച് കൊടുക്കുമല്ലോ. നനച്ച് കൊടുക്കൽ പല ടൈപ്പുകളുണ്ട് അല്ലേ? പല ടൈപ്പിൽ നമുക്ക് ചെയ്യാറുണ്ട്. നനച്ച് കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ത് വിളിക്കുക? ക്യൂറിങ് എന്ന് വിളിക്കുക. അതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദ പ്രോസസ് ഓഫ് കീപ്പിംഗ് വെറ്റ് എൻവയോൺമെൻറ്റ് ഓൺ ആൻഡ് അറൗണ്ട് ദ സർഫസ് ഓഫ് ഹാർഡൻഡ് കോൺക്രീറ്റ് ഈസ് കോൾഡ് ക്യൂറിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ത്? ദ പ്രോപ്പർട്ടി ഓഫ് ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് ഓർ മോട്ടാർ വിച്ച് ഡിറ്റർമൈൻസ് ഈസ് ആൻഡ് ഹോമോജിനിറ്റി വിത്ത് വിച്ച് ക്യാൻ ബി മിക്സ്ഡ്, പ്ലേസ്ഡ്, കോമ്പാക്റ്റഡ് ആൻഡ് ഫിനിഷ്ഡ് ഈസ് കോൾഡ്. ഒരു കോൺക്രീറ്റിൻ്റെ ഫ്രഷ്ലി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്റ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനുമുള്ള എളുപ്പത്തെ ഈസിനെസ് എന്ന് പറയില്ലേ, ഈസിനെസ്, അതിനെ എന്താ വിളിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസിനെസ് ടു വർക്കിനെയാണ് നമ്മളെന്ത് വിളിക്കുക? വർക്കബിലിറ്റി എന്ന് വിളിക്കുക. ഒരു ഫ്രഷ് കോൺക്രീറ്റിൻ്റെ ഈസിനെസ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെയാണ് കോൺക്രീറ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്? ബാച്ചിങ്, മിക്സിങ്, പ്ലേസിങ്, കോമ്പാക്റ്റിങ്, ട്രാൻസ്പോർട്ടേഷന്, ഇതിനൊക്കെയുള്ള ഈസിനെസ്സിനെയാണ്, എളുപ്പത്തെയാണ് നമ്മളിത് വിളിക്കുക വർക്കബിലിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ വർക്കബിലിറ്റി കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആ കോൺക്രീറ്റിനെ കൊണ്ട് വർക്ക് ചെയ്യാൻ ഈസിയാണ് അല്ലേ? വർക്ക് ഈസ് ഈസി. ഇനി വർക്കബിലിറ്റി കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഡിഫിക്കൽട്ടാണ്. വർക്ക് എന്താണ്? ഡിഫിക്കൽട്ടാണ്. കോൺക്രീറ്റ് മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഡെസിഗ്നേഷൻ ഓഫ് M20 കോൺക്രീറ്റ് 20 റെഫേഴ്സ് ടു ഡാഷ്. അപ്പോൾ ആദ്യം നമ്മൾ കോൺക്രീറ്റ് മിക്സുകൾ അറിയണം അല്ലേ? ഏതൊക്കെ ടൈപ്പ് മിക്സ് ഉണ്ടെന്ന് അറിയണം. ബ്രോഡ്ലി രണ്ടായിട്ട് കോൺക്രീറ്റ് മിക്സിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തതാണ് നോമിനൽ മിക്സ്, രണ്ടാമത്തതാണ് ഡിസൈൻ മിക്സ്. ഈ നോമിനൽ മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഷ്യോസ്, ഇതിലുള്ള മെറ്റീരിയൽസിൻ്റെ റേഷ്യോസ് നോൺ ആയിരിക്കും. ഡിസൈൻ മിക്സിൽ എന്തായിരിക്കും? ഇതിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ, അതായത് സിമെൻറ്റ് എത്ര, സാൻഡ് എത്ര, ഫൈൻ അഗ്രിഗേറ്റ് എത്ര, കോഴ്സ് അഗ്രിഗേറ്റ് എന്നുള്ളതൊക്കെ അൺനോൺ ആയിരിക്കും. അതെന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നോമിനൽ മിക്സുകളെ നമ്മൾ എന്ത് ചെയ്യുക? റെപ്രസെൻറ്റ് ചെയ്യൽ M വെച്ചിട്ടാണ്. M20 നിങ്ങൾ കേട്ടിട്ടുണ്ടോ? M20, M30, M40. ഇതിൻ്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത് M റെപ്രസെൻറ്റ് ചെയ്യുന്നത് മിക്സിനെയാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം M എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ചോദിക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? 20 എന്തിനാണ് റെഫർ ചെയ്യുന്നതെന്നാണ്. ഓക്കെ, 40 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 28 ഡേയ്സ്. യൂണിറ്റ് ഏതിലാണ്? Newton/mm². ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം എന്താണ്? മിക്സ് ആണ് 40 Newton/mm² അല്ലേ? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ആഫ്റ്റർ 28 ഡേയ്സ് ഇൻ Newton/mm². ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെൻറ്റ് ഇൻ Newton/mm². ഇനി നോമിനൽ മിക്സിൽ ഏതൊക്കെയാണ് വരിക? M25 മുതലാണ് ഡിസൈൻ മിക്സ് തുടങ്ങുന്നത്. M25 മുതലാണ് എന്ത് ചെയ്യുന്നത്? ഡിസൈൻ മിക്സ്. M25 മുകളിലേക്കാണ് ഡിസൈൻ മിക്സ് വരുന്നത്. M25 താഴെ M20, M25, M20, M15, M10 എക്സെട്ര ആണ് നോമിനൽ മിക്സിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. M30, M35
M40 ഒക്കെയാണ് ഇതിൽ വരുന്നത്, ഡിസൈൻ മിക്സിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് മിക്സസ് അല്ലേ. ഇപ്പോൾ എന്താ പറയുക, നോമിനൽ മിക്സ്, ഡിസൈൻ മിക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. പറ്റുമെങ്കിൽ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒരു ബാക്കി എന്നുള്ള രീതിയിലാണ്. The grade of concrete corresponding to nominal mix proportions of 1:1.5:3 is called is dash. Okay, 1:1.5:3 എന്നുള്ള റേഷ്യോ ഏത് മിക്സ് പ്രൊപ്പോർഷനാണ്, ഏത് ഗ്രേഡാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്കിതേപോലെ നോമിനൽ മിക്സുകൾക്കാണ് ഇതേപോലെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള റേഷ്യോസ് ഉള്ളത്. നമുക്ക് നോമിനൽ മിക്സിനാണ് ഇതേപോലെ റേഷ്യോസ് നമുക്കറിയാം. അതായത് M20 ഞാൻ പറഞ്ഞു. നോമിനൽ മിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, നോമിനൽ മിക്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിൻ്റെ റേഷ്യോസ് പ്രീ ഡിഫൈൻഡ് ആയിരിക്കും, നമുക്ക് അറിയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ നോമിനൽ മിക്സ് M25, M20, M15, M10, N7.5 ആൻഡ് M5. ഇത്രയാണ് നോമിനൽ മിക്സസിലുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റുകൾ. ഓക്കെ, ഇവയുടെ റേഷ്യോ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെക്കാൻ ഭയങ്കര സിമ്പിളാണ്. ആദ്യത്തെ റേഷ്യോ ഞാൻ എഴുതാൻ പോകുന്നത് 1. എല്ലാത്തിനും 1 ഇട്ട് വെക്കുക. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1:1:2. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ഭാഗത്ത് 1.5 ആണ്. ഇതിൻ്റെ നേരെ ഇരട്ടി എത്രയാണ് ഇപ്പുറത്ത് വേണ്ടത്, 3. ഓക്കെ, M15 നേരെ എന്താ വേണ്ടത്, 1 കഴിഞ്ഞു, 1.5 കഴിഞ്ഞു, ഇനി എത്രയാണ് 2. 2ൻ്റെ നേരെ ഇരട്ടി 4 ഇപ്പുറത്ത്. ഇനി M10ൻ്റെ കേസിൽ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 3. 3ൻ്റെ ഇരട്ടി എത്ര ഇവിടെ എഴുതേണ്ടത്, 6. അടുത്തത് M7.5 എത്ര വേണ്ടത്, 4. ഇതിൻ്റെ ഇരട്ടി 8. M5 എത്ര വരേണ്ടത്, 5 ഇരട്ടി 10. ഓക്കെ, ഇതിലൊരു സാമ്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടില്ലേ, എല്ലാത്തിലും ഫസ്റ്റ് 1 ആണ് അല്ലേ. ഈ ഫസ്റ്റ് റേഷ്യോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ല എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, സിമെൻറ്റ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ റേഷ്യോ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഫൈൻ അഗ്രിഗേറ്റ് എത്ര റേഷ്യോയിലാണ് വരുന്നത് എന്നുള്ളത്. 2നെ റെപ്രസെൻ്റ് ചെയ്യുന്നതോ കോഴ്സ് അഗ്രിഗേറ്റ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ M25ൻ്റെ അർത്ഥം എന്താ, 1 kg സിമെൻറ്റിലേക്ക് 1 kg ഫൈൻ അഗ്രിഗേറ്റ്, 2 kg കോഴ്സ് അഗ്രിഗേറ്റ്. M20 എടുക്കുമ്പോഴോ 1 kg സിമെൻറ്റിലേക്ക് 1.5 kg ഫൈൻ അഗ്രിഗേറ്റ് ആൻഡ് 3 kg കോഴ്സ് അഗ്രിഗേറ്റ്. പിന്നെ അതേപോലെ ഇതിങ്ങനെ എഴുതി വെക്കാൻ ഭയങ്കര സുഖമാണ്. M20ൻ്റെ താഴേക്ക് ഇങ്ങനെ എഴുതുക. ശ്രദ്ധിക്കേണ്ടത് ഒരു 7.5 വരുന്നുണ്ട് ഇടക്ക്. പിന്നെ അതേപോലെ 1:1.2 കഴിഞ്ഞാൽ 1:1.5 വരുന്നുണ്ട്. ബാക്കി 2, 3, 4, 5 അങ്ങനെ പോകും. പിന്നെ ഒക്കെ രണ്ടാമതിനെ ഇരട്ടിയാണ് മൂന്നാമത്തെ റോയിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലേ. 1ന് ഇരട്ടി 2, 5, 1.5 അപ്പോൾ ഇതേപോലെ എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് 1:1.5:3 ഏതാണ് 1:1.5:3 M20. ഇനി അടുത്തത് നിങ്ങൾ പറയാം 1:3:6 എന്നുള്ള ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഇതിലിപ്പോൾ എത്ര എഴുതിയിട്ടുള്ളത്, M10 നോക്കൂ, M10 1:3:6. എളുപ്പത്തിൽ പഠിക്കാനുള്ള മാർഗ്ഗമാണ് എഴുതി തന്നിട്ടുള്ളത്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഒന്ന് എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്ത് കിട്ടി, M10 എന്ന് കിട്ടി. ഇനി ഡിസൈൻ മിക്സാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസ്സിലും ലാബുകളിലൊക്കെ ആയിട്ട് മിക്സ് ഡിസൈൻ പ്രിപ്പയർ ചെയ്തല്ലോ, മിക്സ് ഡിസൈൻ ഉണ്ടാക്കിയല്ലോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് IS 10262/2019 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, മിക്സ് ഡിസൈൻ ചെയ്തു. നമ്മളെന്ത് ചെയ്തു, M30 ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ചെയ്യണം. M40 നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസൈൻ ചെയ്യാൻ അത് കോഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡിസൈൻ മിക്സും നോമിനൽ മിക്സും മനസ്സിലായി, റേഷ്യോസൊക്കെ മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്തൂടെ. ഇനി പാർട്ട് ബിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് നോക്കുക. 4 ക്വസ്റ്റ്യൻസാണ് ഈ മൊഡ്യൂളിൽ നിന്ന് അല്ലെങ്കിൽ കോഴ്സ് ഔട്ട്കത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ സ്ലംബ് ടെസ്റ്റ്. സ്ലംബ് ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ക്യൂറിങ്.
ആൻഡ് മെത്തേഡ്സ് ഓഫ് ക്യൂറിങ്. ക്യൂറിങ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ക്യൂറിങ് എന്താണ്, ഏതൊക്കെ മെത്തേഡ്സാണ് ക്യൂറിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെയ് ബാച്ചിങ് ആൻഡ് വോളിയം ബാച്ചിങ്. ബാച്ചിങ് എന്താണെന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാർട്ട് സിയും പാർട്ട് ബിയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് 7 മാർക്സിൻ്റെ പാർട്ട് സി ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, സെഗ്രിഗേഷൻ. എക്സ്പ്ലെയിൻ സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ഇറ്റ് ഈസ് പ്രിവെൻറ്റഡ്, എങ്ങനെയാണ് ആ സെഗ്രിഗേഷനെ ഒഴിവാക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡ്യൂറബിലിറ്റി. നേരത്തെ ഈ ക്വസ്റ്റ്യൻസ് നമ്മളവിടെ കണ്ടു അല്ലേ, ഡ്യൂറബിലിറ്റി എന്താണെന്നുള്ളൊരു ചോദ്യം കണ്ടു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, എക്സ്പ്ലെയിൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി. വർക്കബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കി, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡൻഡ് കോൺക്രീറ്റ്. ഹാർഡ് ചെയ്ത കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്, സെഗ്രിഗേഷൻ. വീണ്ടും സെഗ്രിഗേഷൻ, ഡിഫൈൻ സെഗ്രിഗേഷൻ. എന്താണ് സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിങ് ഓഫ് കോൺക്രീറ്റ്. ബ്ലീഡിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സെഗ്രിഗേഷൻ ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം, നമ്മൾ പഠിക്കും. ഓക്കെ, 6th ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ്. നമ്മൾ പാർട്ട് ബിയിൽ കണ്ടു സ്ലം ടെസ്റ്റ് ഫോർ മെഷറിംഗ് വർക്കബിലിറ്റി. സ്ലം ടെസ്റ്റിനെ കുറിച്ചിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ക്യൂറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ക്യൂറിങ് എന്താ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിൻ്റെ മെത്തേഡ്സ് ഓഫ് ക്യൂറിങ് അല്ലേ. മെത്തേഡ്സ് ഓഫ് ക്യൂറിങ് നമ്മൾ നേരത്തെ ഈ പാർട്ട് ബിയിലൊരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ആൻഡ് എയ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ വേരിയസ് മെത്തേഡ്സ് ഓഫ് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ്. കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് എന്നുള്ള പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന വേരിയസ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കാം. ഓക്കെ, നമ്മൾ പാർട്ട് ബിയും പാർട്ട് സിയും കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ 13 ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യം അല്ലേ. അപ്പോൾ ആദ്യം എന്താണ് വർക്കബിലിറ്റി എന്നുള്ളത് അറിയണം. ഞാൻ നേരത്തെ പറഞ്ഞു വർക്കബിലിറ്റി ഈസ് ഡിഫൈൻഡ്. എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ഒരു ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത ഒരു കോൺക്രീറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഈസിനെസ്സിനെയാണ് നമ്മൾ വിളിക്കുക വർക്കബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. വർക്കബിലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റ് ഓർ മോട്ടാർ. കോൺക്രീറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടാണ്, മോട്ടാർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. വിച്ച് ഡിറ്റർമൈൻസ്, ഈ പ്രോപ്പർട്ടിയാണ് ഫ്രഷ്ലി മിക്സ്ഡ് കോൺക്രീറ്റിൻ്റെ അല്ലേ. ഡിറ്റർമൈൻസ് ദ ഈസ് ആൻഡ് ഹോമോജിനിറ്റി വിത്ത് വിച്ച് ഇറ്റ് ക്യാൻ ബി മിക്സ്ഡ്, പ്ലേസ്ഡ്, കോമ്പാക്റ്റഡ് ആൻഡ് ഫിനിഷ്ഡ്. കോൺക്രീറ്റ് ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത ഒരു കോൺക്രീറ്റോ മോട്ടാറോ മിക്സ് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്റ്റ് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും ഒക്കെയുള്ള എളുപ്പത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വർക്കബിലിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോകുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കബിലിറ്റി. എന്തൊക്കെ കാര്യങ്ങളാണ് വർക്കബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആദ്യത്തേതാണ് വാട്ടർ കണ്ടൻറ്റ്. ആദ്യത്തേതാണെന്ത്, വാട്ടർ കണ്ടൻറ്റ്. നിങ്ങൾക്കറിയാം ഒരു കോൺക്രീറ്റ് മിക്സിൽ വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതുകൊണ്ട് ജോലി ചെയ്യാനുള്ള എളുപ്പം ഉണ്ടാവില്ല എന്നുള്ളത്. വെള്ളം കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും കോൺക്രീറ്റിൻ്റെ വർക്ക് ചെയ്യാനുള്ള ഈസിനെസ് കൂടും, അതായത് വർക്കബിലിറ്റി കൂടും അല്ലേ. വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും, വർക്കബിലിറ്റി ആൾസോ ഇൻക്രീസസ്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറഞ്ഞത്. മോർ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ബെറ്റർ വർക്കബിലിറ്റി അല്ലേ, വർക്ക് ചെയ്യാനുള്ള ഈസിനെസ് കൂടും. ബട്ട് ആസ് വി ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, ദ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആൾസോ ഇൻക്രീസസ്, ഹെൻസ് ദ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിക്രീസസ്. ഇതാണ് നേരത്തെ നമ്മളെന്ത് പറഞ്ഞത്, അബ്രഹാംസ് ലോയിൽ പറഞ്ഞത് അല്ലേ. എന്താ പറഞ്ഞത്, വാട്ടർ സിമെൻറ്റ് റേഷ്യോ കൂടുന്നതിനനുസരിച്ച് വർക്കബിലിറ്റി കൂടും. പക്ഷേ എന്ത് സംഭവിക്കും, വർക്കബിലിറ്റി കൂടുമ്പോൾ ഒരു ലിമിറ്റിൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഇതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ആവും. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഇൻക്രീസ് ആയി കഴിഞ്ഞാലോ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കുറയും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. സിമെൻറ്റ് കണ്ടൻറ്റ്. ഇനി സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളതെന്ന് നോക്കാം. യൂസ് ഓഫ് മോർ സിമെൻറ്റ് ഇൻക്രീസസ് വർക്കബിലിറ്റി ബട്ട് ലീഡ്സ് ടു ദ അൺഎക്കണോമിക്കൽ മിക്സ്.
എന്താ സംഭവം പറയുന്നത്? സിമെൻറ്റിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് സിമെൻറ്റിൻ്റെ വർക്കബിലിറ്റി, അതായത് ഈസിനെസ് ടു വർക്ക്, അതിട്ട് വർക്ക് ചെയ്യാൻ ഈസി ആവും. പക്ഷേ എന്ത് സംഭവിക്കും? നമുക്കറിയാലോ സിമെൻറ്റിൻ്റെ വില. സിമെൻറ്റ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ലീഡ്സ് ടു എക്കണോമിക്കൽ മിക്സ് ആയിരിക്കും, അതായത് കൂടുതൽ ചിലവ് കയറിയ മിക്സായിട്ട് അത് മാറും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, സിമെൻറ്റ് കണ്ടൻറ്റ്. സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? വർക്കബിലിറ്റി, സിമെൻറ്റ് കണ്ടൻറ്റ് ഇൻക്രീസസ്, വർക്കബിലിറ്റി ആൾസോ ഇൻക്രീസസ്, ബട്ട് അൺഎക്കണോമിക്കലായിരിക്കും. നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. മൂന്നാമതാണ് അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ. എന്താണ് അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വെയ്റ്റ് ഓഫ് അഗ്രിഗേറ്റ് ഡിവൈഡ് ബൈ വെയ്റ്റ് ഓഫ് സിമെൻറ്റ്, അല്ലേ? അതായത് എത്ര സിമെൻറ്റിന് എത്ര അഗ്രിഗേറ്റ് എടുത്തു. അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടുക എന്നുള്ളതിന് അർത്ഥം എന്താണ്? കൂടുതൽ അഗ്രിഗേറ്റ് ഉണ്ടാവും. സിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അഗ്രിഗേറ്റ് ഉണ്ടാവും. ഓക്കെ, അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കുറവ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അഗ്രിഗേറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നോക്കാം. എന്താ നോക്കുക? ഫോർ ഹൈ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ഫോർ ദ ലീൻ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടാണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താണ്? അഗ്രിഗേറ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും, കമ്പാരിറ്റീവ്ലി സിമെൻറ്റിൻ്റെ അളവ് കുറവുമായിരിക്കും. അങ്ങനെയാണല്ലോ അർത്ഥം അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്ത് ചെയ്യും? സിമെൻറ്റിൻ്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ ലെസ് പേസ്റ്റ് വിൽ ബി അവൈലബിൾ. കുറച്ച് പേസ്റ്റ് അതിൽ അവൈലബിൾ ആവുള്ളൂ ഫോർ ദ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് അവൈലബിൾ ആവുള്ളൂ. അതിനാൽ തന്നെ എന്ത് സംഭവിക്കും? വർക്കബിലിറ്റി കുറയും. അഗ്രിഗേറ്റിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ സിമെൻറ്റ് പേസ്റ്റിൻ്റെ അളവ് കുറയും, സിമെൻറ്റ് പേസ്റ്റിൻ്റെ അളവ് കുറയുമ്പോൾ വർക്കബിലിറ്റി കുറയും, അല്ലേ? ഇവിടെ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടുക എന്നുള്ളതിന് അർത്ഥം എന്താണ്? അഗ്രിഗേറ്റിൻ്റെ അളവ് കൂടുക, സിമെൻറ്റിൻ്റെ അളവ് കുറയുക. സിമെൻറ്റിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? പേസ്റ്റ് കുറയും. പേസ്റ്റ് കുറയുമ്പോൾ വർക്കബിലിറ്റി കുറയും. ഓക്കെ, സിമെൻറ്റ് പേസ്റ്റ് കുറയും, വർക്കബിലിറ്റി കുറയും. അടുത്തതാണ് സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ്. അല്ലേ, എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാം. ലാർജ് സൈസ് ഓഫ് അഗ്രിഗേറ്റ്സ് ലെസർ ദ സർഫസ് ഏരിയ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു എങ്ങനെയാണ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞത്, അല്ലേ? വലിയ മെറ്റീരിയലിന് സർഫസ് ഏരിയ കുറവായിരിക്കും. ചെറിയ മെറ്റീരിയലുകൾക്ക് സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു കുക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ചെറുതാക്കി കുക്ക് ചെയ്താൽ പെട്ടെന്ന് വേവും, പിന്നെ വലുതാക്കി കുക്ക് ചെയ്താൽ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു. അതൊന്ന് നോക്കുക, കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ലാർജർ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ലെസർ വിൽ ബി ദ സർഫസ് ഏരിയ. വലിയ അഗ്രിഗേറ്റ്സിന് എന്തായിരിക്കും? സർഫസ് ഏരിയ കുറവായിരിക്കും. സോ ദ മോർ വാട്ടർ വിൽ ബി അവൈലബിൾ ഫോർ ദ ലൂബ്രിക്കേഷൻ, ഹെൻസ് ബെറ്റർ ബി ദ വർക്കബിലിറ്റി. നിങ്ങൾ ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഫോർ ദ ഹയർ വർക്ക് ഫോർ ദ അഗ്രിഗേറ്റ് സൈസ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? വർക്കബിലിറ്റി കൂടും. ഓക്കെ, എന്തുകൊണ്ടാണെന്നുള്ളത് വേണമെങ്കിൽ എഴുതാൻ. അഗ്രിഗേറ്റിൻ്റെ സൈസ് കൂടുമ്പോൾ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ കൂടുതൽ വെള്ളം അവൈലബിൾ ആയിരിക്കും. ആ വെള്ളം വർക്കബിലിറ്റി കൂട്ടും. ഓക്കെ, അപ്പോൾ അഗ്രിഗേറ്റ് സൈസ് കൂടുമ്പോൾ വർക്കബിലിറ്റി കൂടും. ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് പ്രൊവൈഡ് ബെറ്റർ വർക്കബിലിറ്റി. റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ് കൂടുതൽ വർക്കബിലിറ്റി ഉണ്ടാക്കുക. പക്ഷേ ആംഗുലാർ അഗ്രിഗേറ്റ് ആണ് ഏറ്റവും ബെറ്റർ, അല്ലേ? നമുക്ക് എന്ത് മാത്രം കിട്ടിയാൽ പോരാ, വർക്കബിലിറ്റി മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് എന്തും കൂടി കിട്ടണം, സ്ട്രെങ്ത്ത് കിട്ടണം. റൗണ്ടഡ് അഗ്രിഗേറ്റിന് സ്ട്രെങ്ത്ത് കുറവായിരിക്കും. ഓക്കെ, അടുത്ത പോയിൻ്റാണ് ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചില്ലേ? ഓരോ സൈസുള്ള പാർട്ടിക്കിൾ ഇത്ര എമൗണ്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എസ് കർവൊക്കെ വെച്ച് പഠിച്ചു, അല്ലേ? വെൽ ഗ്രേഡഡ്, ഗ്യാപ്പ് ഗ്രേഡഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണ് ഏറ്റവും നന്നായിട്ട് വർക്കബിൾ ആയിരിക്കുക. അത് പഠിച്ചു വെക്കുക. വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ് ഹാവ് ഫീവർ വോയിഡ്സ്, കുറച്ച് വോയിഡ്സ് ഉണ്ടാവുള്ളൂ. ഹെൻസ് ദ ബെറ്റർ വർക്കബിലിറ്റി വിൽ ബി ദർ. അവസാനത്തെ പോയിൻ്റാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ടെമ്പറേച്ചർ എന്നാൽ താപനില എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ടെമ്പറേച്ചർ ചൂട് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കുറയും. കാരണം എന്താണ്? ചൂട് കൂടുന്നതിനനുസരിച്ച് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കുറയും. ഇഫ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വർക്കബിലിറ്റി ഡിക്രീസസ്. അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റോട്ട് പോകാം.
ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിനെസ് ടു ഹാൻഡിൽ കോൺക്രീറ്റ്, അതിനെയാണ് എന്ത് പറയാം, വർക്കബിലിറ്റി എന്ന് പറയാം. ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുമ്പോൾ വർക്കബിലിറ്റി കൂടും. എന്തുകൊണ്ടാണെന്നുള്ള കാരണം കൂടി പഠിച്ചു വെക്കുക പറ്റുന്നുള്ളവർ. രണ്ടാമത്തെ പോയിൻ്റാണ് സിമെൻറ്റ് കണ്ടൻറ്റ്. കോൺക്രീറ്റിൽ സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ പേസ്റ്റിൻ്റെ എമൗണ്ട് കൂടും, അപ്പോൾ വർക്കബിലിറ്റി കൂടും. അപ്പോൾ സിമെൻറ്റ് കണ്ടൻറ്റ് കൂടുമ്പോഴും വർക്കബിലിറ്റി കൂടും. മൂന്നാമത്തെ പോയിൻ്റാണ് അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റിൻ്റെ എമൗണ്ട് കൂടും, സിമെൻറ്റിൻ്റെ പേസ്റ്റ് കുറയും. സിമെൻറ്റിൻ്റെ പേസ്റ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ഈസിനെസ് കുറയും, വർക്കബിലിറ്റി കുറയും. അപ്പോൾ അഗ്രിഗേറ്റ് സിമെൻറ്റ് റേഷ്യോ കൂടുമ്പോൾ വർക്കബിലിറ്റി കുറയും. സൈസ് ഓഫ് അഗ്രിഗേറ്റ് കൂടുമ്പോൾ സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? മോർ വാട്ടർ അവൈലബിൾ ആയിരിക്കും, അപ്പോൾ വർക്കബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോൾ സൈസ് ഓഫ് അഗ്രിഗേറ്റ് വലുതാകുമ്പോൾ, ഹൈ ആകുമ്പോൾ വർക്കബിലിറ്റി ഹൈ ആയിരിക്കും. ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്, റൗണ്ടഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റിനാണ് ഏറ്റവും കൂടുതൽ വർക്കബിലിറ്റി ഉണ്ടാവുക. ആംഗുലർ ആയിട്ടുള്ളതാണ് പക്ഷേ ഏറ്റവും ബെറ്റർ സ്ട്രെങ്ത് ഉണ്ടാവുക. റൗണ്ടിന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെങ്ത്തും കിട്ടില്ല. പിന്നെ ഗ്രേഡിംഗ് ഓഫ് അഗ്രിഗേറ്റ്, വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ് ആണെങ്കിൽ നന്നായിട്ടുള്ള വർക്കബിലിറ്റി കിട്ടും. ഓക്കെ. ലാസ്റ്റ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും? വർക്കബിലിറ്റി കുറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ സ്ലം ടെസ്റ്റ് ഫോർ മെഷറിംഗ് വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. വർക്കബിലിറ്റി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈസിനെസ് ടു വർക്ക്, അല്ലേ? അതിൻ്റെ എത്രത്തോളം വർക്ക് ചെയ്യാൻ ഈസിയാണ്, എത്രത്തോളം കോൺക്രീറ്റ് സിമെൻറ്റ് പേസ്റ്റ് ലൂസാണ്, അതാണ് പറയുന്നത് വർക്കബിലിറ്റി ഹൈ ആണെന്ന് പറഞ്ഞാൽ അർത്ഥം കോൺക്രീറ്റ് നല്ല ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. വർക്കബിലിറ്റി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റെ കൺസിസ്റ്റൻസി കുറവായിരിക്കും, വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ കോൺക്രീറ്റ് കൊണ്ട്. അതായത് വെള്ളത്തിൻ്റെ എമൗണ്ടൊക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ള മിക്സിനെയാണ് പറയാം. ഇനി വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ നമുക്ക് 3 ടെസ്റ്റുകളാണ് ആസ് പെർ സിലബസ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തേത് സ്ലംബ് ടെസ്റ്റ്, രണ്ടാമത്തത് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ്, മൂന്നാമത്തത് വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്ലം ടെസ്റ്റ് മാത്രമേ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ലാബിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ വി ബി കൺസിസ്റ്റോമീറ്റർ നമ്മൾ അസൈൻമെൻറ്റ് ചെയ്തതാണ്, ക്ലാസ്സിൽ പറഞ്ഞും തന്നതാണ്. ഓക്കെ. അതിൻ്റെ നോട്ടിൽ നോക്കിയിട്ട് അതിൻ്റെ ജസ്റ്റ് ഒരു പ്രൊസീജിയർ 7 മാർക്സിനെങ്കിലും എങ്ങനെ കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. മറക്കാതെ തന്നെ ഇപ്പം തന്നെ പോസ് ചെയ്തിട്ട് ചെയ്യുക. ഓക്കെ. സ്ലം ടെസ്റ്റ് നമ്മളോട് ഡിസ്കസ് ചെയ്യും, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഒന്നും കൂടി ചെയ്യുക, പിന്നെ വി ബി കൺസിസ്റ്റോമീറ്റർ ടെസ്റ്റും ചെയ്യുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ. ഫസ്റ്റ് സ്ലം ടെസ്റ്റ് എന്താണ്? സ്ലം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടാവും? അതിൻ്റെ അപ്പാരറ്റസ് ഫസ്റ്റ് ഉണ്ടാവും. ഒരു സ്ലം കോൺ ഉണ്ടാവും, നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ ഒരു സ്ലം കോൺ. ഒരു ബേസ് പ്ലേറ്റ് ഉണ്ടാവും. ഈ സ്ലം കോണിൻ്റെ അപ്പർ ഡയമീറ്റർ അല്ലെങ്കിൽ അപ്പർ ഡയമെൻഷൻ എന്തായിരിക്കും? 10 സെൻറ്റിമീറ്റർ, അല്ലേ? ലോവർ ഡയമീറ്റർ, ഈ ഡയമീറ്റർ എത്രയായിരിക്കും ഉണ്ടാവുക? 20 സെൻറ്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ. ഇതിനൊരു ടാമ്പിങ് റോഡ് ഉണ്ടാവും. ആ റോഡിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 16 mm ആയിരിക്കും. ഡയമീറ്റർ 16 mm ആയിരിക്കും. ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അപ്പാരറ്റസിനെ കുറിച്ചിട്ട് വരയ്ക്കുക. ഓക്കെ. അതിന് ശേഷം സ്ലം ടെസ്റ്റ് എന്താണെന്നുള്ളത് എഴുതുക. എന്താണ് സ്ലം ടെസ്റ്റ്? വർക്കബിലിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. ഇനി എപ്പോഴാണ് നമ്മൾ സ്ലം ടെസ്റ്റ് യൂസ് ചെയ്യുക? ഇറ്റ് ഈസ് പ്രിഫേർഡ് ഫോർ മീഡിയം വർക്കബിൾ കോൺക്രീറ്റ്. മീഡിയം വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്ലം ടെസ്റ്റ് ചെയ്യുക. വെരി വെറ്റായിട്ടുള്ള, ഭയങ്കര നനവുള്ളതോ അല്ലെങ്കിൽ വെരി ഡ്രൈ ആയിട്ടുള്ള കോൺക്രീറ്റ് മിക്സുകളോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധാരണ സ്ലം ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാറില്ല. ഇനി എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഞാൻ പറഞ്ഞു, ഒരു മെറ്റാലിക് മോൾഡ് ഫോം ഓഫ് ഫ്രസ്റ്റം. ഞാൻ ഒന്നുകൂടി വരച്ച് തരാം. മെറ്റാലിക് മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മോൾഡ് ഉണ്ടാവും, ഒരു ഫ്രസ്റ്റത്തിൻ്റെ ഷേപ്പിൽ. നിങ്ങൾ ലാബിൽ കണ്ടിട്ടുണ്ടാവും, അല്ലേ? ഫ്രസ്റ്റം ഓഫ് കോൺ ഈസ് പ്ലേസ്ഡ് ഇൻ മെറ്റാലിക് ബേസ് പ്ലേറ്റ്. ഒരു ബേസ് പ്ലേറ്റിൻ്റെ മുകളിൽ ഈ സാധനം വെക്കും, അല്ലേ? അതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഡയമെൻഷനൊക്കെ ഞാൻ പറഞ്ഞു.
ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ 4 ലെയറായിട്ട് കോൺക്രീറ്റ് നിറക്കും. 4 ലെയറായിട്ട് കോൺക്രീറ്റ് നിറക്കും അല്ലേ? 4 ലെയറായിട്ട് കോൺക്രീറ്റ് നിറക്കും. ആദ്യത്തെ ലെയർ നിറച്ചു, കോൺക്രീറ്റ് നിറച്ചു. നമുക്ക് ഏത് വർക്കബിലിറ്റിയാണ്, ഏത് കോൺക്രീറ്റിൻ്റെ മിക്സിൻ്റെയാണ് വർക്കബിലിറ്റി കാണേണ്ടത്, അത് ആദ്യത്തെ ലെയർ നിറക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആ ടാമ്പിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് 25 ടൈംസ് എന്ത് ചെയ്യും, നമ്മൾ ടാമ്പ് ചെയ്യും അല്ലേ? ടാമ്പിംഗ് റോഡ് ഉപയോഗിച്ചിട്ട് 25 സ്ട്രോക്സ് ആയിട്ട് അതിനെ ടാമ്പ് ചെയ്യും. ഇനി ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യും. രണ്ടാമത്തെ ലെയർ, മൂന്നാമത്തെ ലെയർ, നാലാമത്തെ ലെയർ നിറച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മുകളിൽ ഫിനിഷ് ചെയ്ത് കൊടുക്കും അല്ലേ? അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദ ടോപ്പ് ലെയർ ഹാസ് ബീൻ റോഡഡ് ദ കോൺക്രീറ്റ് ഷാൾ ബി സ്റ്റക്ക് ഓഫ് ലെവൽ വിത്ത് ട്രവൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കും. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടാവും, ഓർത്ത് നോക്കുക. മൂന്നാമത്തെ പോയിന്റ് ആണെന്ത്, ദ മോൾഡ് ഈസ് ദെൻ അല്ലേ, ദ മോൾഡ് ഈസ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ കോൺക്രീറ്റ് ഇമ്മീഡിയറ്റ്ലി ബൈ റൈസിങ് സ്ലോലി ആൻഡ് കെയർഫുള്ളി ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഈ കോൺക്രീറ്റ് നിറച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ഈ മോൾഡിൻ്റെ ഇപ്പുറത്ത് 2 ഹാൻഡിൽസ് ഉണ്ടാവും. ഹാൻഡിൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ശ്രദ്ധയോടുകൂടി ആ മോൾഡ് റിമൂവ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, റിമൂവ് ചെയ്യുമ്പോൾ അതൊരു പല ടൈപ്പ് സ്ലം കോണുകളുണ്ടാവും. സ്ലംബുകൾ നമുക്ക് കിട്ടും. ഒന്നാമത് ട്രൂ സ്ലംബ്, അതായത് സ്ലം കോണിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് കോൺക്രീറ്റ് ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം, ഈ ഫ്രസ്റ്റത്തിൻ്റെ ഷേപ്പിൽ. അതിനെയാണ് എന്ത് പറയുക, ട്രൂ സ്ലംബ് എന്ന് പറയാം. ഇനി ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഭാഗം, അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോരും. അതിനെ ഷിയർ സ്ലംബ് എന്ന് പറയും, ഷിയർ സ്ലംബ്. ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വരച്ച് എഴുതി കൊടുക്കാം. ഓക്കെ, മാർക്ക് കിട്ടും. പിന്നെ അതായത് ഇങ്ങനെ പരന്ന് കിടക്കും, ഭയങ്കര ലൂസാകുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കും. അതിനെ കൊളാപ്സ് സ്ലംബ് എന്ന് പറയാം. കൊളാപ്സ് സ്ലംബ്. ഓക്കെ, കൊളാപ്സ് സ്ലംബ്, ഷിയർ സ്ലംബ്, കൊളാപ്സ് സ്ലംബ്. നമുക്ക് ട്രൂ സ്ലംബ് ആണെങ്കിൽ മാത്രമേ ഈ വാല്യൂനെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, സ്ലംബ് ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ്, ഈ കോണിൽ റിമൂവ് ചെയ്തതിന് ശേഷം ഇത്ര ഹൈറ്റ് ആണെന്നുള്ളത് നോക്കും. അതായത് നമ്മൾ സ്ലംബ് റിമൂവ് ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഇങ്ങനെ ട്രൂ സ്ലംബായിട്ട് നിൽക്കും അല്ലേ? കുറച്ച് താഴ്ന്നതിന് ശേഷം ഇങ്ങനെ നിൽക്കും. ഇതാണ് കോൺക്രീറ്റ്, ഇത് കോൺക്രീറ്റാണ്. ആ സ്ലംബ് റിമൂവ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അളക്കുന്ന വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഒരു റോഡ് വെക്കും. അതിന് ശേഷം നമ്മളെ സ്ലം കോൺ ഇങ്ങനെ തിരിച്ചു വെക്കും. നമ്മൾ ഊരിയെടുത്ത് സ്ലം കോൺ ഇങ്ങനെ എന്ത് ചെയ്യും, തിരിച്ചു വെക്കും. ഓക്കെ. തിരിച്ചു വെച്ചിട്ട് ഈ സ്ലം കോണിൻ്റെ ഹൈറ്റ് എത്രയാണ്, 30 അല്ലേ? 30 സെൻറ്റിമീറ്റർ ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവ തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസമാണ് നമ്മൾ സ്ലം വാല്യൂ ആയിട്ട് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. ഓക്കെ. എത്ര താഴത്തേക്ക് പോകുന്നു, ഇതാണെന്ത്, സ്ലംബ് വാല്യൂ. ഓക്കെ. ഈ വാല്യൂനാണ് സ്ലം വാല്യൂ ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. ഓക്കെ. ഇതെന്താണ്, കോൺക്രീറ്റ് ആണ് കേട്ടോ, കോൺക്രീറ്റ്. ഇതാണ് സ്ലം കോൺ. ഇനി അടുത്തെന്താണ്, ദ സ്ലം ക്യാൻ ബി മെഷർഡ് ഓൺലി ഇൻ കേസ് ഓഫ് ട്രൂ സ്ലം. ഞാൻ നേരത്തെ പറഞ്ഞു ട്രൂ സ്ലംബ് ആണെങ്കിൽ മാത്രം അല്ലേ. ട്രൂ സ്ലംബ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഓഫ്, ആ സ്ലംബിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞത് ആ കോണിൻ്റെ മോൾഡിൻ്റെ ഷേപ്പ് ആയിരിക്കണം. ഷിയർ സ്ലംബ് ഷിയർ സ്ലംബ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഷിയർ സ്ലംബ് ആണെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റ്സ് ദ മിക്സ് ഹാസ് ടെൻഡൻസി ടു സെഗ്രിഗേഷനുള്ള സാധ്യത ഉണ്ട്. സെഗ്രിഗേഷൻ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അവസാനത്തെ പോയിൻ്റാണ് കൊളാപ്സ് സ്ലംബ് ഇൻഡിക്കേറ്റ്സ് ദ കോൺക്രീറ്റ് ഈസ് വെരി വെറ്റ് അല്ലേ, ഭയങ്കര ലൂസാണെന്നാണ് കൊളാപ്സ് സ്ലംബ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ ടേക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. കോണ് വെക്കും, കോണിൻ്റെ ഉള്ളിലേക്ക് 1/4 സ്ലം കോൺ വെക്കും, അതിലേക്ക് 1/4 ആയിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ആഡ് ചെയ്യും, 25 ടൈംസ് ടാമ്പ് ചെയ്യും, മോൾഡ് റിമൂവ് ചെയ്യുമ്പോൾ ട്രൂ സ്ലംബ് ആയിരിക്കണം കിട്ടേണ്ടത്. ആ ട്രൂ സ്ലംബ് എത്രത്തോളം താഴേക്കാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുക, വാല്യൂ ആയിട്ട് നോട്ട് ചെയ്യുക, സ്ലംബ് വാല്യൂ എന്ന് പറയും. ഓക്കെ. ഇത്രയേ ഉള്ളൂ സ്ലം ടെസ്റ്റ്. അതേപോലെ VV കൺസിസ്റ്റോമീറ്ററും അതേപോലെ കോമ്പാക്ഷൻ ഫാക്ടറും നമുക്ക് ഇതിന് ലാസ്റ്റ് പറയാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെയ് ബാച്ചിങ് ആൻഡ് വോളിയം ബാച്ചിങ്. ഞാൻ നേരത്തെ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പാർട്ട് എയിലെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ബാച്ചിങ്ങിനെ കുറിച്ച് അല്ലേ. ബാച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ മേക്കിംഗ് കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെറ്റീരിയൽസിനെ അളന്നെടുക്കുന്നതിനാണ് എന്ത് പറയുക, ബാച്ചിങ് എന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സിമെൻറ്റ് 1.5 കോഴ്സ് ഫൈൻ അഗ്രിഗേറ്റ്, 3 കോഴ്സ് അഗ്രിഗേറ്റ്
അല്ലെ എങ്ങനെ റേഷ്യോയിൽ അളന്നെടുക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ബാച്ചിങ് എന്ന് പറയുക. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ പറഞ്ഞു 2 ടൈപ്പ് ബാച്ചിങ് ഉണ്ട്. ഒന്നാണ് വോളിയം ബാച്ചിങ്, രണ്ടാമത്തെ വെയ് ബാച്ചിങ്. വോളിയം ബാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ്, അതായത് സിമെൻറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോഴ്സ് അഗ്രിഗേറ്റ് ഒക്കെ വോളിയത്തിലാണ് മെഷർ ചെയ്യുക അല്ലേ. ചിലപ്പോൾ ഒരു കൊട്ട, ഒരു പാത്രം, ഒരു റെക്റ്റാങ്കുലർ ബോക്സ്, ഈ ബോക്സ് ഉപയോഗിച്ചിട്ട് ഒരു ബോക്സ് സിമെൻറ്റ്, ഒരു ബോക്സ് ഫൈൻ അഗ്രിഗേറ്റ്, 1.5 ബോക്സ് ഫൈൻ അഗ്രിഗേറ്റ്, 3 ബോക്സ് കോഴ്സ് അഗ്രിഗേറ്റാണ് ഒരു മിക്സ് ചെയ്യുക. ഇനി രണ്ടാമത്തേതാണ് വെയ് ബാച്ചിങ്. വെയ് ബാച്ചിങ് ആ പേര് പോലെ തന്നെ ബാച്ചിങ്, മെറ്റീരിയൽസ് ആർ മെഷേർഡ് ഓൺ ഇൻ ടേംസ് ഓഫ് വെയ്റ്റ് അല്ലേ. ഇതിൻ്റെ വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? 1 kg സിമെൻറ്റ് 1.5 kg, kgയിൽ അല്ലേ, കിലോഗ്രാം വെയ്റ്റിൽ അല്ലെങ്കിൽ വെയ്റ്റിലാണ് എന്ത് ചെയ്യുക, 1 ടണ്ണ് അല്ലെങ്കിൽ അങ്ങനെ വെയ്റ്റ് ചെയ്തിട്ട് 1.5 kg ഫൈൻ അഗ്രിഗേറ്റ്, 3 kg കോഴ്സ് അഗ്രിഗേറ്റ്, അങ്ങനെ വെയ്റ്റിൻ്റെ ടേംസിലാണ് നമ്മൾ ഈ സാധനങ്ങളെ മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വെയ് ബാച്ചിങ് എന്ന് പറയും. വോളിയത്തിലാണ് മെഷർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വോളിയം ബാച്ചിങ് എന്ന് പറയും. ഓക്കെ, സിമ്പിളല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ആർ ദ വേരിയസ് മെത്തേഡ്സ് ഓഫ് കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ്? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ബാച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ചെയ്യലാണ്, കോൺക്രീറ്റിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റിനെ മെഷർ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവ വെള്ളമൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യും, മിക്സ് ചെയ്യും. മിക്സിങ് എന്ന് പറയും. പിന്നെന്താണ്, മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള സ്റ്റെപ്പ്. പിന്നെ അതിന് ശേഷം ട്രാൻസ്പോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നതിനാണ് പ്ലേസിങ് എന്ന് പറയും. പിന്നെ പ്ലേസ് ചെയ്യുന്നതിന് കോൺക്രീറ്റ് നന്നായിട്ട് വേണ്ട സ്ഥലത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ എയർ വോയിഡ്സിനെ കളയുക, അതിൻ്റെ ഉള്ളിലെ എയറിനെ കളയുന്ന, എന്നിട്ട് നമ്മൾ ഒരു ടാമ്പിംഗ് റോഡോ കമ്പിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ വൈബ്രേറ്റർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും, കുത്തും. അതിനെയാണ് എന്ത് പറയുക, കോമ്പാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ സ്റ്റെപ്പ് കോമ്പാക്ഷൻ എന്താണ്, അതിൻ്റെ എങ്ങനെയൊക്കെ കോമ്പാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഈ സ്റ്റെപ്പാണല്ലോ. കോമ്പാക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്പെല്ലിങ് എൻട്രാപ്ഡ് എയർ ഫ്രം ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ ഉള്ളിൽ എയർ കുടുങ്ങിയത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, കോമ്പാക്ഷൻ എന്ന് പറയും. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഫസ്റ്റത്തേതാണ് ഹാൻഡ് കോമ്പാക്ഷൻ. ഹാൻഡ് കോമ്പാക്ഷൻ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കോമ്പാക്റ്റ് ചെയ്യുക. നമ്മുടെ സാധാ വർക്കിംഗ് സൈറ്റിൽ കാണുന്ന മെത്തേഡ്സാണ്. റോഡിങ്, ഒരു റോഡ് ഉപയോഗിച്ചിട്ട്, ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, കോൺക്രീറ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക. റാമിങ് ആൻഡ് ടാമ്പിങ് അല്ലേ, ഇതൊക്കെ ഒരേ പോലത്തെ ടേമാണ്, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹാൻഡ് കോമ്പാക്റ്റിങ്ങുള്ള മെത്തേഡ്സാണ് ഒന്നുകിൽ റോഡിങ്, റാമിങ് അല്ലെങ്കിൽ ടാമ്പിങ്. അപ്പോൾ ഈ 3 ഒന്ന് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പാണ്, ഒന്ന് ഹാൻഡ് കോമ്പാക്ഷനിലുള്ള 3 നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തേതാണ് കോമ്പാക്ഷൻ ബൈ പ്രഷർ ആൻഡ് ജോൾട്ടിങ്. പ്രഷർ ആൻഡ് ജോൾട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രഷർ കൊടുക്കുക, ജോൾട്ട് ചെയ്യാറ് എന്താണ്, ഇളക്കി കൊടുക്കുക, അതായത് ഇതിനൊന്ന് ഡിസ്റ്റർബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിനാണ് ഏതൊക്കെയാണ് എക്സാമ്പിൾ? ബ്ലോക്ക് ഉണ്ടാക്കാൻ, ടൈലൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പാക്ഷൻ മെത്തഡാണ് കോമ്പാക്ഷൻ ബൈ പ്രഷർ ആൻഡ് ജോൾട്ടിങ്. മൂന്നാമത്തേതാണ് എന്ത്, കോമ്പാക്ഷൻ ബൈ സ്പിന്നിങ്. സ്പിന്ന് ചെയ്യാറുണ്ട് എന്താണ്, ഇങ്ങനെ കറക്കി കൊടുക്കുക, ഒരു സാധനം ഇട്ടിട്ട് ഇങ്ങനെ കറക്കി കൊടുക്കുക. കറക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഞാൻ എന്താണ് ഒരു ബോക്സിലിട്ടിട്ട്, ഒരു റെക്റ്റാങ്കുലർ ബോക്സിൽ കുറച്ച് കോൺക്രീറ്റ് നിറച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിനെങ്ങനെ സ്പീഡിൽ കറക്കുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കോമ്പാക്റ്റ് ചെയ്യും അല്ലേ, കോമ്പാക്റ്റ് ചെയ്യപ്പെടും. അത്തരം കോമ്പാക്ഷനെയാണ് കോമ്പാക്റ്റിംഗ് ബൈ സ്പിന്നിങ് എന്ന് പറയുക. സാധാരണ രീതിയിൽ സിമെൻറ്റ് പൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് കോമ്പാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. സെക്കൻഡ് ടൈപ്പ് അല്ല, ഫോർത്ത് ടൈപ്പാണെന്ത്, കോമ്പാക്ഷൻ ബൈ വൈബ്രേഷൻ. വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് കോമ്പാക്ഷൻ ചെയ്യുന്നതിനാണ് കോമ്പാക്ഷൻ ബൈ വൈബ്രേഷൻ എന്ന് പറയുക. ഒന്നാമത്തതാണ് ഇൻറ്റേർണൽ വൈബ്രേറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വർക്ക് സൈറ്റിൽ ഒരു കോളം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്തിട്ടൊരു സാധനം, ഒരു നീഡിൽ ഇങ്ങനെ കൊടുത്തിട്ട് കോമ്പാക്റ്റ് ചെയ്യുന്നത് അല്ലെ, കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, അതിനാണ് നീഡിൽ വൈബ്രേറ്റർ എന്ന് പറയുക. എക്സാമ്പിൾ കോളം, ബീം, സ്ലാബ്, ഫൂട്ടിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ നീഡിൽ വൈബ്രേറ്റർ ഉപയോഗിക്കും. ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അതിനനുസരിച്ച് ഇവിടെയുള്ള കോൺക്രീറ്റ് എന്ത് ചെയ്യും, കോമ്പാക്റ്റ് ചെയ്യപ്പെടും. അടുത്തതാണ് എക്സ്റ്റേണൽ വൈബ്രേറ്റർ, ഫ്രെയിം വർക്ക് വൈബ്രേറ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു ബീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 വാളുകൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ബീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പട്ടിക ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഷട്ടർ അടിച്ച്.
ഈ ഷട്ടറിൻ്റെ മുകളിലൊരു വൈബ്രേറ്റർ കൊടുക്കുന്നതിനാണ്, ഷട്ടറിൻ്റെ പുറത്ത് വൈബ്രേറ്റർ കൊടുക്കുന്നതിനാണ് എന്ത് പറയുക, എക്സ്റ്റേണൽ വൈബ്രേറ്റർ എന്ന് പറയാം. ഫോം വർക്കിൻ്റെ മുകളിൽ കൊടുക്കുന്ന വൈബ്രേറ്റർ. എക്സാമ്പിൾ ഏതാണ്, കോളം, തിൻ സെക്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് വൈബ്രേറ്റർ ഉപയോഗിക്കുക. നാലാമത് ടേബിൾ വൈബ്രേറ്റർ. ടേബിൾ വൈബ്രേറ്റർ എന്തിനാണ് ചെയ്യുക, നമ്മളെ കയ്യിൽ ലാബിലൊക്കെ എന്ത് ചെയ്യാണ്, നിങ്ങൾ ചെയ്യുമ്പോൾ ടേബിൾ വൈബ്രേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ടേബിളിന് മുകളിൽ ഇവിടെ ഒരു വൈബ്രേറ്റർ ഉണ്ടാവും. ഈ ടേബിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ക്യൂബ് കൊണ്ടുപോയിട്ട് അതിലേക്ക് കോൺക്രീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വൈബ്രേറ്റർ ഓണാക്കി ഒന്ന് വെക്കുക. അപ്പോൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഉള്ള കോൺക്രീറ്റ് എന്ത് ചെയ്യും, കോമ്പാക്ട് ചെയ്യും. അതാണ് ടേബിൾ വൈബ്രേറ്റർ. എക്സാമ്പിൾ ക്യൂബ് ഫോർ ടെസ്റ്റിംഗ്. അവസാനത്താണ് അതേപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോം വൈബ്രേറ്റർ. ഇതേപോലെ തന്നെയാണ്, വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കും. ഈ പ്ലാറ്റ്ഫോം വൈബ്രേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കും. ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട കോൺക്രീറ്റിന് വേണ്ട മൗൾഡും കാര്യങ്ങളും വെച്ചിട്ട് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. സാധാരണ യൂസറിയിൽ പ്രീകാസ്റ്റ് യൂണിറ്റിന് വേണ്ടിയിട്ടാണ്. ഈ സർഫസ് വൈബ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിൽ കോൺക്രീറ്റ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ സർഫസ് നിങ്ങളൊരു പട്ടിക ഉപയോഗിച്ചിട്ട് ഇളക്കി സ്മൂത്ത് ആക്കാറില്ലേ, കോൺക്രീറ്റിൻ്റെ സർഫസ്, അതിന് പകരം ഉപയോഗിക്കുന്നതാണ് സ്ക്രീഡ് വൈബ്രേറ്റർ, സർഫസ് വൈബ്രേറ്റർ എന്ന് പറയും. എക്സാമ്പിൾ കോൺക്രീറ്റ് റോഡ്, ഇൻഡസ്ട്രിയൽ ഫ്ലോറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, സർഫസ് വൈബ്രേറ്റേഴ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ക്യൂറിംഗ് ആൻഡ് ലിസ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അഡാപ്റ്റഡ് ഫോർ ക്യൂറിംഗ്. ക്യൂറിംഗ് എന്താണ്, അതേപോലെ ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ നേരത്തെ പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞു, നമ്മൾ പ്ലേസ് ചെയ്തിട്ട് അതിന് ശേഷം കോമ്പാക്റ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണെന്ത്, ക്യൂറിംഗ് എന്ന് പറഞ്ഞത്. നനച്ച് കൊടുക്കുക, കോൺക്രീറ്റിനെ നനവ് കൊടുക്കുക, അതിനാണ് ക്യൂറിംഗ് എന്ന് പറയും. നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദ പ്രോസസ് ഓഫ് പ്രിവെൻറ്റിംഗ് ലോസ് ഓഫ് മോയ്സ്ചർ ഫ്രം ദ കോൺക്രീറ്റ് വൈൽ മെയിൻറ്റെയിനിങ് സാറ്റിസ്ഫാക്ടറി ടെമ്പറേച്ചർ ഈസ് കോൾഡ് ക്യൂറിംഗ്. അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ് നനച്ചു കൊടുക്കുന്നത്, കോൺക്രീറ്റിൻ്റെ ഉള്ളിലുള്ള വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി മുകളിൽ അതിൻ്റെ സർഫസിൽ എന്ത് ചെയ്യണം, വെറ്റ് കോട്ടിങ് അല്ലെങ്കിൽ വെറ്റ്നസ് കൊടുക്കുന്നതിനാണ് നമ്മളെന്ന് പറയുക, ക്യൂറിംഗ് എന്ന് പറയാം. ഓക്കെ, ഇനി ഏതൊക്കെയാണ് മെത്തേഡ്സ്. ഫസ്റ്റത്താണ് പോണ്ടിങ്. പോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒരു സ്ലാബ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ലാബ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിർത്തും അല്ലേ, ഇങ്ങനെ മോട്ടാർ വെച്ച് സൈഡൊക്കെ കെട്ടിയതിന് ശേഷം സ്ലാബിൻ്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യും, വെള്ളം നിറച്ച് വെക്കും. ഇതിനെയാണ് പോണ്ടിങ് എന്ന് പറയും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്പ്രിംഗ്ലിങ്. സ്പ്രിംഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു മെമ്പർ ഉണ്ട്, ഒരു കോളാന്ന് വിചാരിച്ചോളൂ, അതിൻ്റെ മുകളിലേക്ക് പൈപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടോ എന്ത് ചെയ്യുക, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനാണ് എന്താ പറയുക, സ്പ്രിംഗ്ലിംഗ് എന്ന് പറയാം. ഓക്കെ, ഇത് വെള്ളം കെട്ടി നിർത്തുക, പോണ്ട് എന്ന് പറയില്ലേ, കുളമാക്കി നിർത്തുക, അതാണ് പോണ്ടിങ്. മൂന്നാമത്താണ് വെറ്റ് കവറിങ്. വെറ്റ് കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ചെരിഞ്ഞ വാർപ്പിൻ്റെ മുകളിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും, ജൂട്ടിൻ്റെ ചാക്ക്, നമ്മളെ ചാക്കില്ലേ ജൂട്ടിൻ്റെ, ആ ചാക്ക് നനച്ചിട്ട് കൊടുക്കും അല്ലേ, അതിനെയാണ് എന്ത് പറയുക, വെറ്റ് കവറിങ് എന്ന് പറയാം. ഇനി മെംബ്രെയിൻ ഓർ പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺക്രീറ്റ് മെമ്പറിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, കവർ ചെയ്ത് കൊടുക്കും, എയർ ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും, വെള്ളം എസ്കേപ്പ് ചെയ്ത് പോകില്ല. അത്തരം ക്യൂറിങ് മെത്തഡിനെയാണ് മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ക്യൂറിങ് എന്ന് പറയുന്നത്. അവസാനത്താണ് സ്റ്റീം ക്യൂറിങ്. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്, ആവി അല്ലേ, ആവി വെച്ചിട്ട് എന്ത് ചെയ്യുക, ക്യൂർ ചെയ്യുക. സാധാരണ പ്രീകാസ്റ്റ് എലമെൻസിലൊക്കെയാണ് എന്ത് ചെയ്യുക, പ്രീസ്ട്രസ് എലമെൻസിലൊക്കെയാണ് സ്റ്റീം ക്യൂറിങ് ചെയ്യാറ്. അവസാനത്താണ് വാട്ടർ ബേസിൻ. വാട്ടർ ബേസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു ബേസിൻ ഉണ്ടായിട്ട് അതിൽ വെള്ളത്തിൽ മുക്കി വെക്കുക, വാട്ടറിൽ എന്ത് ചെയ്യുക, മുക്കി വെക്കുക, അതിനെയാണ് എന്ത് പറയുക, വാട്ടർ ബേസിൻ എന്ന് പറയുക. സാധാരണ രീതിയിൽ പ്രീകാസ്റ്റ് എലമെൻസ് ആണ് എന്ത് ചെയ്യുക, വെള്ളത്തിൽ മുക്കി വെക്കുക, ഡിപ്പ് ചെയ്ത് വെക്കുക, അതിനാണ് വാട്ടർ ബേസിൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് 7 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻസ് ഓഫ് ക്യൂറിംഗ് ആൻഡ് ലിസ്റ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലേ. സെയിം ക്വസ്റ്റ്യനാണ്, അത് എഴുതിയിട്ടുണ്ട്, ജസ്റ്റ് വായിച്ചു നോക്കാം. നെക്സ്റ്റ് എന്താണ്, ഡിഫൈൻ സെഗ്രിഗേഷൻ ആൻഡ് ബ്ലീഡിംഗ് ഓഫ് കോൺക്രീറ്റ്.
ഈ സെഗ്രിഗേഷൻ ബ്ലീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൽ വരുന്ന ഡിഫക്ട്സ് ആണ്, ഓരോ പ്രശ്നങ്ങളാണ്. അതിനെയാണ് സെഗ്രിഗേഷൻ ബ്ലീഡിംഗ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് സെഗ്രിഗേഷൻ എന്ന് നോക്കാം. സെഗ്രിഗേഷൻ ഈസ് ദ സെപ്പറേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഫ്രം കോൺക്രീറ്റ് മിക്സ്. കോൺക്രീറ്റ് മിക്സിൽ നിന്ന് അതിലുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് അഗ്രിഗേറ്റോ കോഴ്സ് അഗ്രിഗേറ്റോ ഒക്കെ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് പോവുക, മാറിപ്പോവുക, വെവ്വേറെ നിൽക്കുക. അതിനെയാണ് എന്ത് പറയുക, സെഗ്രിഗേഷൻ എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഒരു കോൺക്രീറ്റ് നമ്മൾ കാസ്റ്റ് ചെയ്യും, ഒരു തൂണ് കാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈൻ അഗ്രിഗേറ്റ്സ് ഒക്കെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുക. മുകളിലേക്ക് എത്തുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് അടിയിൽ അടിഞ്ഞു കിടക്കുക, മുകളിൽ ഫൈൻ അഗ്രിഗേറ്റ് മാത്രം, ഇതിൻ്റെ മുകളിൽ എന്ത് സിമെൻറ്റ് പേസ്റ്റ് വെവ്വേറായി നിൽക്കുക. ഇതിനെയാണ് എന്ത് പറയുക, സെഗ്രിഗേഷൻ എന്ന് പറയാം. സാധാരണ രീതിയിൽ എങ്ങനെ നിൽക്കേണ്ടത്, കോഴ്സ് അഗ്രിഗേറ്റ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഫൈൻ അഗ്രിഗേറ്റ് സിമെൻറ്റ് പേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് നല്ല ഇതിൽ ഹോമോജീനിയസ് ആയിട്ട് നിൽക്കണം. ഇത് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മളെന്ത് പറയുക, സെഗ്രിഗേറ്റ് ആയി എന്ന് പറയാം. വ്യത്യാസപ്പെട്ട് കിടക്കുക, അഗ്രിഗേറ്റ് വേറെ കിടക്കുക, സിമെൻറ്റ് പേസ്റ്റ് മുകളിൽ വേറെ കിടക്കുക. റീസൺസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് നോക്കാം. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ, വെള്ളം കൂടുമ്പോൾ, ഒരു മിക്സിൽ വെള്ളം കൂടുമ്പോൾ സംഭവിക്കും, വെയിറ്റുള്ള സാധനങ്ങൾ അടിയിലേക്ക് വരും അല്ലേ. വെയിറ്റുള്ളത് ഏതാ, കോഴ്സ് അഗ്രിഗേറ്റ് അടിയിലേക്ക് മാറി നിൽക്കും, അതിൻ്റെ മുകളിൽ വെയിറ്റ് കുറവുള്ള ഫൈൻ അഗ്രിഗേറ്റും മിക്സൊക്കെ മുകളിൽ നിൽക്കും. വെള്ളം പുറത്തേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, മുകളിൽ ഇങ്ങനെ സർഫസിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോൺക്രീറ്റിങ് ചെയ്യുന്ന സ്ഥലത്ത് മുകളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കണ പോലെ തോന്നും. അതിനെന്ത് പറയാം, സെഗ്രിഗേഷൻ എന്ന് പറയാം. ഇനി വെള്ളം കൂടുമ്പോൾ സെഗ്രിഗേഷൻ ഉണ്ടാകും. രണ്ടാമത്തതാണ് ഇംപ്രോപ്പർ ഗ്രേഡിങ് ഓഫ് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റ്സിൻ്റെ ഗ്രേഡിങ്, അതായത് അതിൻ്റെ പാർട്ടിക്കിൾ സൈസിൻ്റെ ഒക്കെ വ്യത്യാസം ഇംപ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ സംഭവിക്കാം. പിന്നെ അതേപോലെ ഡ്രോപ്പിംഗ് ഓഫ് കോൺക്രീറ്റ് ഫ്രം ഗ്രേറ്റർ ഹൈറ്റ്, മുകളിൽ നിന്ന് കോൺക്രീറ്റ് ഭയങ്കര ഹൈറ്റിൽ നിന്ന് കോൺക്രീറ്റ് ഇടുമ്പോൾ സംഭവിക്കും, കോൺക്രീറ്റിലുള്ള വെയിറ്റുള്ള സാധനങ്ങൾ, അതായത് വലിയ വെയിറ്റുള്ള സാധനങ്ങൾ കോഴ്സ് അഗ്രിഗേറ്റ് അടിയിലേക്ക് പോകും, വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ മുകളിൽ നിൽക്കും. അപ്പോൾ ഈ പറഞ്ഞ പ്രോബ്ലം സംഭവിക്കും. അതാണ് ഡ്രോപ്പിംഗ് ഫ്രം കോൺക്രീറ്റ് ഫ്രം ഹൈറ്റ്. അവിടുത്താണ് ഓവർ കോമ്പാക്ഷൻ ഓഫ് കോൺക്രീറ്റ് അല്ലേ. കോൺക്രീറ്റ് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് കൂടുതൽ നേരം ഓവറായിട്ട് എന്ത് ചെയ്യുക, കുത്തി കൊടുക്കുക, കോമ്പാക്റ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കുത്തുമ്പോൾ എന്ത് ചെയ്യും, വെയിറ്റുള്ള കോഴ്സ് അഗ്രിഗേറ്റ് ഏറ്റവും അടിയിലേക്ക് പോകും, ഫൈൻ അഗ്രിഗേറ്റും വെള്ളമൊക്കെ എന്ത് ചെയ്യും, മുകളിലേക്ക് നിൽക്കും. അപ്പോൾ വെവ്വേറായിട്ട് സെപ്പറേറ്റഡ് ആയി കിടക്കും, സെഗ്രിഗേഷൻ സംഭവിക്കും. അടുത്ത പോയിന്റ് എന്താണ്, ടു വൈബ്രേറ്ററി ഓർ ലോങ് ട്രാൻസ്പോർട്ടിംഗ് മെത്തേഡ്സ് ഓഫ് കോൺക്രീറ്റ്. സെയിം കൺസെപ്റ്റ്, നമ്മൾ കുറേ നേരം ഇതിനെ ആട്ടുക, അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇങ്ങനെ കൂടുതൽ ഇളക്കം തട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഹോമോജീനസ് മിക്സ് ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യും, വെയിറ്റ് ഉള്ളത് അടിയിലേക്ക് പോകും, വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ മുകളിലേക്ക് പോകും, അങ്ങനെ സെപ്പറേറ്റഡ് ആവും. ലീക്കേജ് ഓഫ് മോട്ടോർ ത്രൂ ഫോം വർക്ക്. അതേപോലെ തന്നെ നിങ്ങൾ വർക്ക് സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഷട്ടർ അടിച്ച കോൺക്രീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഫോം വർക്ക് അടിച്ച സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ലീക്കേജ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, കോൺക്രീറ്റിലുള്ള സിമെൻറ്റ് പേസ്റ്റ് പുറത്തേക്ക് പോകും, ബാക്കി ആര് മാത്രം ഇങ്ങനെ നിൽക്കും, ഫൈൻ അഗ്രിഗേറ്റും കോഴ്സ് അഗ്രിഗേറ്റും ഇങ്ങനെ കെട്ടി നിൽക്കും, പേസ്റ്റ് പുറത്തേക്കും പോകും. അത് കാരണം എന്ത് സംഭവിക്കാം, സെഗ്രിഗേഷൻ സംഭവിക്കാം. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻ എ കോൺക്രീറ്റ് മിക്സ് ഈസ് കോൾഡ് സെഗ്രിഗേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിൻ്റെ ബാക്കി തന്നെ ഉണ്ട്, എന്താ ബ്ലീഡിങ് എന്നുള്ളത് അല്ലേ. സെഗ്രിഗേഷൻ വീണ്ടും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനിൽ ബ്ലീഡിങ് കൂടി വരേണ്ടതാണ്. എന്താണ് ബ്ലീഡിങ് കൂടി നോക്കാം. ബ്ലീഡിങ് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നും അല്ലേ, ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെഗ്രിഗേഷൻ, ഒരു ടൈപ്പ് ഓഫ് സെഗ്രിഗേഷനാണ്. ഇതിൽ ഞാൻ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സെപ്പറേഷൻ ഓഫ് പറഞ്ഞു നോക്കൂ, സെപ്പറേഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് അല്ലേ, ഇൻഗ്രീഡിയൻസ് ഇൻ കോൺക്രീറ്റ്, ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഈ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് സെഗ്രിഗേഷനാണ്. ഇവിടെ ഏത് ഇൻഗ്രീഡിയൻ്റാണ് പുറത്തേക്ക് വരുന്നത്, വെള്ളം എന്ത് ചെയ്യും, ഗെറ്റ് സെപ്പറേറ്റഡ്, വാട്ടർ ഗെറ്റ് സെപ്പറേറ്റഡ്, കോൺക്രീറ്റുള്ള വെള്ളം സെപ്പറേറ്റഡ് ആയി നിൽക്കും. ഇത്തരം കേസിനെയാണ് നമ്മൾ എന്ത് പറയുക, ബ്ലീഡിംഗ് എന്ന് പറയും. അപ്പോൾ എന്താണ് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ, ദിസ് ഈസ് സ്പെഷ്യൽ കേസ് ഓഫ് സെഗ്രിഗേഷൻ where cement paste or water get separated from the concrete is called bleeding. ഓക്കെ, വെള്ളം പുറത്തേക്ക് കെട്ടി നിൽക്കുക, ബാക്കി അല്ലെങ്കിൽ സിമെൻറ്റ് പേസ്റ്റോ വെള്ളമോ പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, പുറത്തേക്ക് ഇങ്ങനെ കാണുന്ന പോലെ നിൽക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ സംഭവം, ഈ ഡിഫക്റ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ബ്ലീഡിംഗ് എന്ന് പറയാം. നിങ്ങൾ രക്തം പുറത്തേക്ക് പോകണമെന്നില്ല ബ്ലീഡിംഗ് എന്ന് പറയാം. അതേപോലെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ മതി, വെള്ളം കോൺക്രീറ്റിൻ്റെ രക്തം ഏതാണ്, വെള്ളവും സിമെൻറ്റ് പേസ്റ്റും, അത് സെപ്പറേറ്റഡ് ആയി നിൽക്കുന്നതിനാണ് എന്ത് പറയുക, ബ്ലീഡിംഗ് എന്ന് പറയാം. ഇനി റീസൺ എന്താണ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള,
നമ്മൾ നേരത്തെ പറഞ്ഞ റീസൺസ് തന്നെയാണ്. ഹൈലി വെറ്റ്, കൂടുതൽ വെള്ളം എന്ത് ചെയ്യുക, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അതേപോലെ തന്നെ ബാഡ് പ്രൊപ്പോർഷൻ ഓഫ് ഇൻഗ്രീഡിയൻസും ഇൻസഫിഷ്യൻറ്റ് മിക്സിങ്ങും, നന്നായിട്ട് മിക്സ് ചെയ്യാത്തത് കാരണം ഈ പ്രശ്നം സംഭവിക്കാം. അടുത്താണ് ഓവർ കോമ്പാക്ഷൻ. നേരത്തെ നമ്മൾ സെഗ്രിഗേഷനിൽ പറഞ്ഞു, ഓവറായിട്ട് കോമ്പാക്റ്റ് ചെയ്യുക, ഓവറായിട്ട് ട്രവൽ ചെയ്യുക. ട്രവൽ എന്ന് പറഞ്ഞ സാധനങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളെ ലാബിലൊക്കെ ഉണ്ടാവും, അങ്ങനെ ചട്ടുക്കെന്ന് പറയാം നമ്മുടെ നാട്ടിൽ, അങ്ങനൊരു സാധനം ട്രാവലിംഗ് എന്ന് പറയാം. അപ്പോൾ ഓവർ ട്രാവലിംഗ് ചെയ്താലും ഈ പ്രശ്നം സംഭവിക്കും. പിന്നെ അതേപോലെ ഹൈ ആൽക്കലി ഓർ ഹൈ C3A കണ്ടൻറ്റ്. C3A എന്താണ് നമ്മൾ ഇന്നലെ പഠിച്ചത്, ട്രൈ കാൽഷ്യം അലൂമിനയുടെ ഹയർ പ്രൊപ്പോർഷൻ എന്നത് കാരണമാകും, ബ്ലീഡിങ്ങിന് കാരണമാകും. അടുത്തതാണ് തിൻ സെക്ഷൻസ് ഓഫ് കോൺക്രീറ്റ് മെമ്പേഴ്സ്. കോൺക്രീറ്റ് മെമ്പേഴ്സ് നമ്മൾ നടക്കുന്ന സാധനങ്ങൾ ഭയങ്കര തിന്നാണെന്നുണ്ടെങ്കിലും അതിൽ ഈ സംഭവം, ഈ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പ്രിവെൻഷൻ, സെഗ്രിഗേഷനെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ പ്രിവെൻഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക. വാട്ട് ആർ ദ പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് സെഗ്രിഗേഷൻ. കോൺക്രീറ്റ് നമ്മൾ അവിടെ പ്രശ്നങ്ങൾ പഠിച്ചു അല്ലേ, ഓവർ കോമ്പാക്ഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ ഓവർ ട്രാവലിംഗ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഹൈറ്റിൽ നിന്ന് ഇടുന്നത് കൊണ്ടാണ് സെഗ്രിഗേഷൻ സംഭവിക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രിവെൻഷൻ. അത് നോക്കുക. കോൺക്രീറ്റ് മിക്സ് ഷുഡ് ബി പ്രോപ്പർലി ഡിസൈൻ വിത്ത് ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. വെള്ളം കൂടാൻ പാടില്ല. എന്ത് ചെയ്യുക, ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൊടുക്കുക, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, തടയാൻ വേണ്ടി, സെഗ്രിഗേഷൻ തടയാൻ വേണ്ടിയിട്ട്. പിന്നെ ഫീൽഡ് ക്വാളിറ്റി കൺട്രോൾ മസ്റ്റ് ബി വൈൽ ഹാൻഡ്ലിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, പ്ലേസിംഗ്, കോമ്പാക്റ്റിംഗ്, ഫിനിഷിംഗ് കോൺക്രീറ്റ്. കോമ്പാക്ട് ചെയ്യുമ്പോഴും ഫിനിഷ് ചെയ്യുമ്പോഴും പ്ലേസ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, കൂടുതൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താ, എനി സ്റ്റേജ് ഓഫ് സെഗ്രിഗേഷൻ ഒബ്സർവ്ഡ്. സെഗ്രിഗേഷൻ നിങ്ങളുടെ കണ്ണിൽ പെട്ടാൽ എന്ത് ചെയ്യണം, റീമിക്സിങ് ഷുഡ് ബി ഡൺ ടു മേക്ക് കോൺക്രീറ്റ് അഗെയിൻ ഹോമോജനസ്. സെഗ്രിഗേറ്റ് ആയി കിടക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി റീമിക്സ് ചെയ്യുക, അതിനെ ഹോമോജനസ് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, അഡ്മിക്സേഴ്സ് യൂസ് ചെയ്യാം. അഡ്മിക്സേഴ്സ് എന്താണെന്നുള്ളത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിക്സേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പൊസോലാനിക് മെറ്റീരിയൽസ്, എയർ ആൻഡ് ഡ്രെയിനിങ് ഏജൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സെഗ്രിഗേഷനെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ എന്താ, കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഫാൾ ഫ്രം, അല്ലേ, ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്ന് കോൺക്രീറ്റ് പോർ ചെയ്യാതിരിക്കുക, ഒരു നിശ്ചിത ഹൈറ്റിൽ മാത്രം, ഭയങ്കര ഹൈറ്റിൽ നിന്ന് കോൺക്രീറ്റിനെ ഒഴിക്കുന്നത് ഒഴിവാക്കുക. അതാണ് അവസാനത്തെ പോയിന്റ്. കോൺക്രീറ്റ് ഷുഡ് ബി, അതൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. എന്താണ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡ്യൂറബിലിറ്റി നിങ്ങൾക്കറിയാം. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഒരു സാധനം ഡ്യൂറബിൾ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ചത് കുറേ കാലം നിലനിൽക്കുക, അതാണല്ലോ ആ ടേം. അത് തന്നെയാണ് ഇവിടുത്തെ ഡ്യൂറബിലിറ്റി. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ടൈം ഫോർ വിച്ച് ദ സ്ട്രക്ചർ ക്യാൻ ബി ഫുൾഫിൽ ഡിസൈർഡ് ഒബ്ജക്റ്റീവ്സ്. ആ ഒരു സ്ട്രക്ചർ, ഒരു ബീം അല്ലെങ്കിൽ ഒരു ബിൽഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എത്രത്തോളം സമയം നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും, അതിന് എത്രത്തോളം കാലം ആ ലോഡ് താങ്ങാൻ പറ്റും ഉള്ള ടൈമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂറബിലിറ്റി എന്ന് പറയാം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് വന്നത് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദ ഡാമേജിങ് എഫക്ട്സ് ഓവർ ലോങ് ടൈം. ഒരു കേടും കൂടാതെ ഒരുപാട് സമയം ഇരിക്കാനുള്ള കഴിവിനെയാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയാം. റെസിസ്റ്റൻസ് ടു ഡിറ്ററോറേഷൻ, നശിച്ചു പോവാതിരിക്കാനുള്ള കഴിവിനെയും കൂടിയാണ് എന്താ പറയുക, ഡ്യൂറബിലിറ്റി എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഒരു വേറെ ഡെഫിനേഷൻ എന്ന് പറയാം, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് വെതറിങ് ഏജൻസ് ഓർ ഡിറ്ററോറേഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി ഡ്യൂറബിലിറ്റി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. അതിന് മുന്നേ ഇതൊന്ന് വായിക്കുക. ഡ്യൂറബിൾ കോൺക്രീറ്റ് ഈസ് വൺ പെർഫോം സാറ്റിസ്ഫാക്ടറി ഇൻ വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഡ്യൂറിങ് ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പോഷർ കണ്ടീഷൻസ് ഡ്യൂറിങ് ദ സർവീസ് ലൈഫ്. എന്താ ആൻറ്റിസിപ്പേറ്റഡ് എക്സ്പോഷർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിൽക്കുന്ന എൻവയോൺമെൻറ്റിൽ ചിലപ്പം ചൂടാവാം, വെയിലാവാം, ഫ്രീസിങ് ആവാം, ഇതിനൊക്കെ തരണം ചെയ്ത് ഒരുപാട് കാലം നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ, അതിൻ്റെ എൻവയോൺമെൻറ്റിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് നിൽക്കാൻ കഴിയുക, അതിനാണ് ഡ്യൂറബിൾ എന്ന് പറയാം. എബിലിറ്റി ടു റെസിസ്റ്റ് വെതറിങ് ആക്ഷൻ, അല്ലേ, വെതറിൻ്റെ എൻവയോൺമെൻറ്റൽ ആക്ഷൻസ്, വെതർ ആക്ഷൻസ്, കെമിക്കൽ അറ്റാക്സ്, അബ്രേഷൻ എന്ന് പറഞ്ഞാൽ തേയ്മാനം, ആൻഡ് എനി അതർ പ്രോസസ് ഓഫ് ഡിറ്ററോറേഷൻ വിച്ച് വിൽ ആൾട്ടർ ദ ഒറിജിനൽ ഫോം ആൻഡ് ക്വാളിറ്റി. ഒരു സാധനത്തിന്, ഒരു ബിൽഡിങ്ങിന്, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റിൻ്റെ കെട്ടിടത്തിന് അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ മെമ്പറിന് വെതറിങ് ആക്ഷനെയും കെമിക്കൽ അറ്റാക്കിനെയും തേയ്മാനത്തെയും ഒക്കെ റെസിസ്റ്റ് ചെയ്ത് ഒരുപാട് കാലം നിൽക്കാനുള്ള കഴിവിനാണ് ഡ്യൂറബിലിറ്റി എന്ന് പറയാം. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്, ഡ്യൂറബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്.
മഴ, ഹീറ്റ് ചൂട്, കോൾഡ്, ഫയർ, സ്നോ. രണ്ടാമത്തേതാണെന്ത് കവർ ടു എംബഡഡ് സ്റ്റീൽ, എംബഡഡ് ആയിട്ടുള്ള സ്റ്റീലിനുള്ള കവറിങ് കൊടുക്കുക എന്നുള്ളത്. മൂന്നാമത്തേതാണ് എന്ത് ടൈപ്പ് ആൻഡ് ക്വാളിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് മെറ്റീരിയൽസ്. ഏതൊക്കെ ടൈപ്പ്, നല്ല ക്വാളിറ്റി ആണോ, ഏതൊക്കെ ടൈപ്പ്. നല്ല ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിരിക്കും, മോശമാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. നേരത്തെ പോയിന്റ് പറയുന്ന പോലെയാണെങ്കിൽ സ്റ്റീൽ നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നിൽക്കും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിന് അറ്റാക്ക് ചെയ്യും, എന്ത് സംഭവിക്കാം, തുരുമ്പെടുക്കാം, പ്രശ്നങ്ങളുണ്ടാവാം. മൂന്നാമത്തെ പോയിൻ്റാണ് സിമെൻറ്റ് കണ്ടൻറ്റ് ആൻഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ. സിമെൻറ്റ് കണ്ടൻറ്റ് നല്ല രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ അതിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഒപ്റ്റിമമാണ് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്യൂറബിൾ ആയിരിക്കും. വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിനെ ബാധിക്കും, ഡ്യൂറബിലിറ്റിയെ ബാധിക്കും. ഇനി അടുത്തതാണ് വർക്ക്മാൻഷിപ്പ്. പണിക്കാരുടെ എത്രത്തോളം നന്നായിട്ട് അതിനെ നല്ല എഫിഷ്യൻ്റായിട്ട് ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ കോമ്പാക്ഷൻ കറക്റ്റായിട്ട് ക്യൂറിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നന്നായിട്ട് നനച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, കൂടുതൽ കാലം നിലനിൽക്കും. ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് മെമ്പേഴ്സ് ആൻഡ് ആൾസോ ദ പെർമിയബിലിറ്റി ആൻഡ് അബറേഷൻ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചറിനുള്ളിൽ കൂടി വെള്ളം കടന്നു പോകുന്നുണ്ടോ, വെള്ളം കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പെർമിയബിൾ ആണെന്ന് അർത്ഥം. പെർമിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ വന്നിട്ട് വെള്ളം കടത്തിവിട്ട് കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചർ പെട്ടെന്ന് കേടുവരും. അബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയ്മാനം സംഭവിക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്യൂറബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഹാർഡൻഡ് കോൺക്രീറ്റ്. ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഫസ്റ്റ് ഇതാണ് സ്ട്രെങ്ത്ത്. എന്താണ് സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കോൺക്രീറ്റ് എഗെയിൻസ്റ്റ് ഫെയിലിയർ. അത് പൊട്ടാനോ അല്ലെങ്കിൽ പൊളിഞ്ഞ് വീഴാതിരിക്കാനുള്ള കഴിവിനെയാണ് സ്ട്രെങ്ത്ത് എന്ന് പറയുക. ഇത്ര ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനെ താങ്ങി നിർത്താനുള്ള കഴിവ്, അല്ലേ, അതിൻ്റെ ബലം, അതിനാണ് സ്ട്രെങ്ത്ത് എന്ന് പറയുക. രണ്ടാമത്താണ് സ്റ്റിഫ്നെസ്. റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് എഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ. എന്നാൽ ഡീഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബീമുണ്ട്, ആ ബീം വളയാതിരിക്കാൻ, ഡീഫോം ചെയ്യാൻ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള കഴിവിനെയാണ് എന്ത് പറയുക, സ്റ്റിഫ്നെസ് എന്ന് പറയുക. മൂന്നാമതാണ് പോയ്സണസ് റേഷ്യോ. പോയ്സണസ് റേഷ്യോ നിങ്ങൾ കഴിഞ്ഞ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഓക്കെ, അത്ര അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നാലാമത്തെ പോയിൻ്റാണ് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഒരു ബോഡിയെ ഞാനൊരു ഫോഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്തു, ആ ഇതിൻ്റെ ഷേപ്പ് ഞാൻ ചേഞ്ച് ചെയ്തു, അല്ലേ, ഒരു ലോഡ് കൊടുത്തപ്പോൾ. ഈ ലോഡ് നമ്മൾ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് ആ സാധനത്തിന് തിരിച്ചു വരാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. ദ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഈവൻ ആഫ്റ്റർ ലോഡിങ് ഈസ് ടേംഡ് ആസ് ഇലാസ്റ്റിസിറ്റി. അഞ്ചാമത്തേതാണ് ക്രീപ്പ്. ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനൻറ്റ് ഡിഫോർമേഷൻ വിത്ത് ടൈം അറ്റ് കോൺസ്റ്റൻറ്റ് ലോഡിങ്. ഒരു മെമ്പറിൻ്റെ മുകളിൽ, ഒരു ബീമിൻ്റെ മുകളിൽ, കോൺക്രീറ്റ് ബീമിൻ്റെ മുകളിൽ സ്ഥിരം ഞാനിങ്ങനെ ഒരു ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാലക്രമേണ അതെന്ത് ചെയ്യും, കുറച്ചീച്ച എന്ത് ചെയ്യും, ഡീഫോം ചെയ്യും, ബെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ വിളിക്കുക ക്രീപ്പ് എന്ന് വിളിക്കുക. ശ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങുക, അല്ലേ, ശ്രിങ്ക് ചെയ്യാതെ ചുരുങ്ങുക. കോൺട്രാക്ഷൻ ഡ്യൂ ടു ലോസ് ഓഫ് മോയ്സ്ചർ. കോൺക്രീറ്റ് മിക്സിൽ നിന്നും വെള്ളം നഷ്ടപ്പെടും, അല്ലേ. വെള്ളം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളം ഇരിക്കുന്ന സ്പേസ് വേക്കൻ്റ് ആവും, കോൺക്രീറ്റ് എന്ത് ചെയ്യും, ചുരുങ്ങിയിട്ട് ക്രാക്ക് വരും. ഏതുപോലെ നിങ്ങൾ വെള്ളമില്ലാത്ത സമയത്ത് പാടം, ഒരു നെൽവയലുകളുടെയൊക്കെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലേ, ക്രാക്ക് വന്ന്, അതേപോലെ ശ്രിങ്കേജ് ക്രാക്ക് ഉണ്ടാവും. ഇനി അവസാനത്തതാണ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി എന്നാണ് എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ്, നമ്മൾ നേരത്തെ പഠിച്ചു എബിലിറ്റി ടു വിത്ത്സ്റ്റാൻഡ് വെതറിങ് കണ്ടീഷൻസ്, കെമിക്കൽ അറ്റാക്സ്, അബറേഷൻ, എക്സെട്ര. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. എന്താണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് വാട്ടർ പ്രൂഫിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്, അല്ലെങ്കിൽ ആവശ്യകത എന്താണ്? എന്താ വാട്ടർ പ്രൂഫിംഗ് നിങ്ങൾക്കറിയാം, അല്ലേ. ഒരു കോൺക്രീറ്റ് സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നു വിടാതിരിക്കാൻ, അല്ലെങ്കിൽ ഈർപ്പം കടന്നു പോകാതിരിക്കാൻ തടയുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയാം, വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയാം. ദ വാട്ടർ പ്രൂഫിംഗ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓർ ടു പ്രിവെൻറ്റ് വാട്ടർ എൻ്ററിങ് ടു ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ബിൽഡിംഗ് സ്ട്രക്ചർ ലൈക്ക് ടോയ്ലറ്റ്, സ്വിമ്മിംഗ് പൂള്, വാട്ടർ ടാങ്ക്, റിട്ടൈനിങ് വാൾസ്, റൂഫ്, അല്ലേ. ഒരു കോൺക്രീറ്റിൻ്റെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം കടന്നു പോകും, അല്ലേ. നിങ്ങളെ വീട്ടിലൊക്കെ ചിലപ്പോൾ കോൺക്രീറ്റ് റൂഫ് ലീക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ലീക്ക് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റെപ്സ് എടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കെമിക്കലോ സാധനങ്ങൾ
എന്ത് ചെയ്യുക, അടിക്കുക. അതിനെയാണ് നമ്മളൊന്ന് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുക. അതുതന്നെയാണ് ഇവിടെയും പറഞ്ഞത്. വാട്ടർ പ്രൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫിംഗ് ഈസ് എ പ്രൊട്ടക്ഷൻ ടു പ്രിവെൻറ്റ് വാട്ടർ എൻ്ററിങ്. വാട്ടർ കടന്നു പോകുന്നത് അല്ലേ, വാട്ടർ കടക്കുന്നതിനെ തടയുന്ന പ്രോസസ്സിനാണ് വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയാം. എവിടേക്കാണ് അത് വരിക? ടോയ്ലറ്റ്സിൽ, സ്വിമ്മിംഗ് പൂളിൽ, വെള്ളം എവിടെയൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യണം. വാട്ടർ ടാങ്ക്സ്, റീറ്റെയിനിങ് വാൾ, റൂഫ് എക്സെട്ര. ഈ കോമൺ വാട്ടർ ഡാമേജ് പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഉണ്ടാവാറെന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യുക. ഒന്ന് കൊറോഷൻ അല്ലേ, കോൺക്രീറ്റിൻ്റെ ബീമിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാണ്, ബീമിൻ്റെ ഉള്ളിൽ ഇതേപോലെ സ്റ്റീലുണ്ടാവും. ഈ കോൺക്രീറ്റിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ സ്റ്റീൽ എന്ത് ചെയ്യും, റസ്റ്റ് ചെയ്യും അല്ലേ, കൊറോഷൻ സംഭവിക്കും. സ്ട്രക്ചറിന് എന്ത് ചെയ്യും, കേടുപാടുകളുണ്ടാവും, പൊളിഞ്ഞു വീഴും. രണ്ടാമത് ബ്ലിസ്റ്ററിങ് ഓഫ് പെയിൻറ്റ് ഇളകി പോരും. പിന്നെയോ ഡാംപ്നെസ് ഓൺ വാൾസ്. നിങ്ങൾക്കറിയാം ബാത്റൂമിൻ്റെ സൈഡിലുള്ള വാളുകളൊക്കെ എന്ത് ചെയ്യും, പൊളിഞ്ഞ് പെയിൻറ്റ് പോകുന്നുണ്ടാവും. അതിന് ബ്ലിസ്റ്ററിങ് എന്ന് പറയും. ഡാംനെസ് ഓഫ് ബാത്റൂമിൻ്റെ സൈഡിലുള്ള വാളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നനഞ്ഞിരിക്കുന്നത്, അതിനാണ് ഡാംനെസ് ഓൺ വാൾസ്, റൂഫ്സ് ആൻഡ് ഫ്ലോർസ് എന്ന് പറയാം. അവസാനത്തതാണ് ലീക്കേജ് ഇൻ വാട്ടർ ടാങ്കിലുള്ള ലീക്കേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻസ് ആൻഡ് നീഡ് ഓഫ് വാട്ടർ പ്രൂഫിംഗ്. അപ്പോൾ ഈ മോഡ്യൂളിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഇത്രയേ ഉള്ളൂ. കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.